ഹലോ ഗൈസ്, അപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ ചെറിയ പാക്കിങ് ചെയ്യാണ്. നമ്മൾ 2 പേരുള്ളതുകൊണ്ട് കുറച്ച് തുണി കുറച്ച് ഏറെ കേട്ടോ. അപ്പം അച്ഛൻ്റെയൊക്കെ ഗ്രൂപ്പ് പോലെ ഇതത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അയ്യപ്പ സംഘം എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ടൂർ പോകുന്നത്. അപ്പോൾ രാവിലെ വെളുപ്പിന് നമ്മൾ പെട്ടിയും കിടക്കയും എല്ലാമായിട്ട് നമ്മൾ എടുത്തു പോയി. നമ്മൾ എന്നിട്ട് ബസ് വന്നു. എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിച്ചു നമ്മുടെ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റുമ്പം കൊല്ലത്തെത്തിയപ്പോൾ ഒരു മസാലദോശയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ വിട്ടത് പത്മനാഭനെ കാണാൻ. ഭയങ്കര ഡ്രീമായിരുന്നു ഇത്. അങ്ങനെ അത് കണ്ടു ഗൈസ്. ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഭയങ്കര വെയിലാണ് ഗൈസ്, സഹിക്കാൻ പറ്റാത്ത വെയിലും കഴിഞ്ഞ് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്, ബോളയും പായസവും കഴിക്കാൻ പറ്റുന്നത്. അപ്പം അത് കഴിക്കാണ്ട് എങ്ങനെ പോകുന്നത്. അപ്പം നല്ല സൂപ്പർ ബോളയും പായസവും കുടിച്ച് പിന്നെ അവിടെ നിന്ന് പോയത് കൃഷ്ണപുരം പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കൃഷ്ണപുരം പാലസ് കേട്ടിട്ടേ ഉള്ളൂ, മനുഷ്യത്വത്താരിലൂടെ കണ്ടിട്ടേ ഉള്ളൂ, പല പല സിനിമയിലൂടെ. അപ്പം ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ടൂർ വിടത്തില്ലായിരുന്നു, അതിൻ്റെ എല്ലാ പ്രശ്നമുണ്ട് ഗൈസ്. അപ്പം അടിപൊളിയായിരുന്നു. അതിൻ്റെ ഓരോ കഥയും ഐതിഹ്യവും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ. പിന്നെ നേരെ വിട്ടത് എങ്ങോട്ടാണ്, കന്യാകുമാരിയിലേക്കാണ്. ഇതും ഇതുപോലെ തന്നെയാണ്. ഞാൻ കേട്ടത് മാത്രമല്ല, ഞാൻ പോയിട്ടില്ല ഗൈസ്. അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ പോയത്. അപ്പോൾ എല്ലായിടത്തും പോകുമ്പോഴും ഇത്രയും പേരായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ബീച്ചിൽ പോയ ആർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ കക്ക വരുന്നത്, ചെറിയൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനെപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഇട്ട്. അതുകൊണ്ട് പിന്നെ ബീച്ചിൽ പോയാൽ പിന്നെ ഒരു സ്വീറ്റ് കോൺ നിർബന്ധമാണല്ലോ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ്, ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തതും. അപ്പം അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മളിങ്ങനെ നടക്കാനിറങ്ങും. അപ്പോൾ അവിടുത്തെ ഓരോ കടയിലൊക്കെ കയറി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണ്. അവിടെ പിന്നെ റോഡ് സൈഡിൽ കൂടെ നോക്കുമ്പം ഈ മീൻ ഇങ്ങനെ വറുക്കാൻ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഒരു മീൻ മേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. രസം. നമ്മൾ എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണമല്ലോ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ അല്ലാണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മുടെ വണ്ടി ചേട്ടന്മാർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് അവിടെ തന്നെ കിച്ചണുണ്ട്, അവർ തന്നെ കുക്ക് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ കിടന്നു. എന്നിട്ട് പിറ്റേ ദിവസം പാർട്ട്